നല്ല വേദനയുണ്ടല്ലേ? നല്ല വേദനയുണ്ട്. നോക്കട്ടെ. ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? കുറച്ച് കുറവുണ്ട്. സാരമില്ല, എങ്ങനെയും ഉറങ്ങാൻ നോക്ക്. നാളെ എല്ലാം ശരിയാവും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. നേരത്തെ ഉറങ്ങിയാലേ പറ്റൂ. മ്യൂസിക് ഷോ തുടങ്ങാനേ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. എന്തായാലും മ്യൂസിക് പ്രാക്ടീസ് മുടക്കാൻ പറ്റില്ല. വെളുപ്പിന് എഴുന്നേറ്റല്ലേ പറ്റൂ. മ്യൂസിക് ഷോയിൽ ജയിക്കുന്നത് പണത്തിനും പ്രശസ്തിക്കും മാത്രമല്ല, അതിപ്പോ ഒരു വാശിയാ. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കാത്തവരോടുള്ള വാശി. എത്ര കഴിവുണ്ടായിട്ടും ശ്യാമയെ അംഗീകരിക്കാത്തവരോടുള്ള മറുപടി ആയിരിക്കണം ഈ ജയം. അവരുടെയൊക്കെ മുന്നില് ഒടുവിൽ ശ്യാമയ്ക്ക് തല ഉയർത്തി നിൽക്കാനാവണം. അപ്പോഴേ എനിക്ക് സമാധാനാവും. എന്റെ അമ്മ ഉൾപ്പെടെ പലരും നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് നിൽക്കല്ലേ. എന്റെ ശ്യാമയുടെ കഴിവിനെ മനഃപൂർവ്വം അവഗണിക്കല്ലേ. എല്ലാവർക്കും നമ്മുടെ വിജയത്തിലൂടെയാ മറുപടി കൊടുക്കേണ്ടത്. ശ്യാമയുടെ വേദന പോലും ഞാൻ മറന്നു. അമ്മ ചെയ്തതോർത്തപ്പോ വല്ലാതെ ഞാൻ ഇമോഷണൽ ആയിപ്പോയി. സോറി. ശ്യാമ ഉറങ്ങിക്കോ. എന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. സാരല്ല മോളെ, അമ്മ വരും. ഉറപ്പായിട്ടും മോളുടെ അമ്മ വരും. പിന്നെ അങ്കിളും തിരയുന്നുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. മോള് കരയാതെ. എന്നാലും എന്റെ അമ്മയില്ലാതെ. മോള് വിഷമിക്കാതെ. പിന്നെ ഇവിടെ അമൃത ആന്റി ഇല്ലേ? പിന്നെന്താ, ആന്റിക്ക് മോളെ വലിയ ഇഷ്ടാ അല്ലേ? അമൃത ആന്റിയെ എനിക്കും വലിയ ഇഷ്ടാ. എന്നാലും എനിക്കെന്റെ അമ്മയെ കാണണം. അമ്മയെ കാണാലോ. നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോ മോൾക്ക് കൂട്ടായി ഞാനില്ലേ? അങ്കിളിന്റെ മോക്ക് ഇഷ്ടല്ലേ? ഇഷ്ടാണ്. അങ്കിളിന് എനിക്ക് വലിയ ഇഷ്ടാ. എന്നാലും എനിക്കെന്റെ അമ്മയെ കാണണം. മോള് നല്ല മിടുക്കി കുട്ടിയാണെന്നല്ലേ അങ്കിള് കരുതിയിരുന്നേ? നല്ല ധൈര്യമുള്ള മോളാണ്. എന്നിട്ടാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ അമ്മയൊന്ന് കണ്ടാ മതി. വഴിയുണ്ടാക്കാം, നമുക്കതിന് വഴിയുണ്ടാക്കാം. പിന്നെ താമസിയാതെ മോൾക്ക് മോളുടെ അമ്മയെ കാണാൻ പറ്റും. അതിന് വേണ്ടത് ഈ അങ്കിൾ ചെയ്യും. എന്താ, അങ്കിളിന്റെ മോൾക്ക് വിശ്വാസമല്ലേ? അങ്കിളിന് എനിക്ക് നല്ല വിശ്വാസാ. എന്നാ മോൾക്ക് അങ്കിള് വാക്ക് തരാം. താമസിയാതെ മോൾക്ക് അമ്മയെ കാണാൻ പറ്റും. അതിന് വേണ്ടത് ഈ അങ്കിൾ ചെയ്യും. നല്ല മോളല്ലേ ശ്രീക്കുട്ടി? എന്നാ ഇത് കഴിക്കേ. അങ്കിളല്ലേ പറയുന്നേ, കഴിക്കേ. അല്ലേ വേണ്ട, അങ്കിള് തരാം മോൾക്ക്.
ആ ആ ആ അതിനുവേണ്ടി റെഡിയാവായിരുന്നു അമ്മേ. അപ്പോഴേ ഈ കരട് കണ്ണില്. കുറച്ചു ദിവസത്തേക്ക് ഓഫീസിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്താ അമ്മേ, അവിടെ എന്തെങ്കിലും പ്രോബ്ലം? അതോ ഞാൻ എഫിഷ്യന്റ് അല്ലെന്ന് അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ? ഏയ്, അതൊന്നുമല്ല. നീയും അരുണും കൂടി എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയടിച്ചിട്ട് വാ. സ്വിറ്റ്സർലാൻഡോ മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസോ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്തോ. വിസയ്ക്കും ഫ്ലൈറ്റ് ടിക്കറ്റിനും എല്ലാത്തിനും വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മേ, അമ്മ പറഞ്ഞത് സത്യമാണോ? അതെ, അതിനു വേണ്ട എക്സ്പെൻസ് ഒക്കെ അതെത്രയായാലും ഞാൻ ഏറ്റു. റിയലി? എന്റെ പൊന്നാരമ്മ. പക്ഷെ ഇത് പറഞ്ഞ അരുൺ സമ്മതിക്കോ? ഇപ്പൊ വല്ലാത്തൊരു മൂഡിലാ എപ്പോഴും അരുൺ. അവനെ നീ സമ്മതിപ്പിക്കണം. ഞാനും പറയാം. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊരു സന്തോഷ വാർത്തയുമായിട്ട് വേണം മോള് വരാൻ. എന്താ അമ്മേ അത്? നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? അപ്പോ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ അച്ഛമ്മ എന്നുള്ള നിലയിൽ എനിക്ക് മോഹമുണ്ട്. പിന്നെ അരുണിനെ ഞാൻ ശ്രദ്ധിക്കുക. അവനും എന്തോ ടെൻഷനുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിന്റെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് അരുൺ മൊത്തത്തിൽ ഹാപ്പി ആയേനെ. അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പാകാൻ ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം അത്യാവശ്യം. അത് പ്രകൃതി നിയമമാ മോളെ. അതുകൊണ്ട് ഇന്ന് തന്നെ അരുണുമായിട്ട് ആലോചിക്കും. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട സ്ഥലം ഫിക്സ് ചെയ്യും. ഇനി ഒന്നിനും താമസം വേണ്ട. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ അമ്മ. അപ്പോ രണ്ടാളും പോയിട്ട് ആ സന്തോഷ വാർത്തയായിട്ട് തിരിച്ചു വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എത്തിയോ? ആ, ഞാൻ നേരത്തെ എത്തി മാഡം. മാഡം വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. എന്നെ കണ്ടാ കുറച്ച് ബഹുമാനമൊക്കെ ആവാം. കുറഞ്ഞ പക്ഷം ഒരു ഗുഡ് മോർണിംഗ് അതെനിക്ക് നിർബന്ധമാ. ഗുഡ് മോർണിംഗ് മാഡം. ഇനി ഇത് മറക്കണ്ട. ഇല്ല മാഡം. ആദ്യം പോയി എനിക്കൊരു ഗ്രീൻ ടീ എടുത്തിട്ട് വാ. അത് മാഡം. എന്താ പറ്റില്ലേ? അല്ല മാഡം, ഞാൻ എടുത്തിട്ട് വരാം.
അരുണെന്താ പതിവില്ലാതെ രാവിലെ തന്നെ? എന്റെ ഈശ്വര, നല്ല വിലപിടിപ്പുള്ള ഷോപ്പീസ് ആയിരുന്നു. നീ അതിട്ട് പൊട്ടിച്ചല്ലേ? അത് പേടിച്ചിട്ടാ. എന്താ ഇത് കണ്ടപ്പോ നീ അങ്ങ് പേടിച്ചോ? അല്ല, ശബ്ദം കേട്ട് പേടിച്ചതാ. അപ്പൊ അത് കയ്യിന്ന് താഴെ വീണു. ആവശ്യമില്ലാത്ത ഓരോന്ന് എടുക്കാൻ പോയത് എന്തിനാ? അതിന്റെ ഭംഗി കണ്ട് നോക്കിയതാ. എന്നിട്ടിപ്പൊ പൊട്ടിച്ചല്ലോ. ഓരോ കുരുത്തക്കേട് കാട്ടിട്ട് നിന്ന് ചിണുങ്ങുന്നുണ്ടോ? നല്ല തല്ല് കിട്ടാഞ്ഞിട്ടാ. വെറുതെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട് ഒരു കുഞ്ഞു വന്നിരിക്കുന്നു. ഒരു പുന്നാര മോള്. അമ്മ, അമ്മേ, എത്ര വേഗം ഇവളെ എവിടെയെങ്കിലും കൊണ്ടാക്കണം. ഞാൻ ഉടനെ അതിന് വേണ്ടത് ചെയ്യുന്നുണ്ട്. ഉടനെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റുമെങ്കിൽ അത്രയ്ക്ക് നല്ലതാ. മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി വന്ന് കേറിയിരിക്കുക ഓരോ മാരണങ്ങള്. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം. നിന്റെ അമ്മ നിന്ന് ചിണുങ്ങാതരി, നിർത്തരി. എന്റെ അമ്മയെ കാണണം. അമ്മ, ആരും ഒന്നും എടുക്കരുതെന്നാ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളേ. ഞാനൊന്നും എടുക്കില്ല. പിന്നെ ഇത് പൊട്ടിച്ചതോ? അവളുടെ ഒരു അമ്മ. ഐശ്വര്യ, മതി. ഇതൊരു കുഞ്ഞാണ്. ഒന്നാമത് അമ്മയെ പിരിഞ്ഞു നിൽക്കുക, അത് മറക്കണ്ട. ഞാനൊന്നും നശിപ്പിക്കില്ല, ഒന്നും എടുക്കില്ല. മോള് കരയണ്ട. മോൾക്ക് ഞാൻ ഐസ്ക്രീം അയച്ചുതരാം. കരയല്ലേ? ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി സൂക്ഷിച്ചാ മതി. അപ്പുറത്ത് പോയിരുന്ന് കളിക്ക്. പൊയ്ക്കോ. ആ, മോള് വയ്ക്കോ. പറഞ്ഞത് കേട്ടില്ലേ? അപ്പുറത്ത് പോയിരുന്ന് കളിക്കാൻ. ചെല്ല്. വയ്ക്കോ. ഇതൊരു കുഞ്ഞാ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ നമുക്കത്ര അടുപ്പൊന്നും വേണ്ട. സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവാനല്ല, പക്ഷെ മോളുടെ സങ്കടം കണ്ടപ്പോ. എന്താ, മുത്തശ്ശന്റെ മനസ്സ് വേദനിച്ചോ? ആ, വേദനിക്കും. അതങ്ങനെ. ശരിയാ, പക്ഷേ നമുക്ക് അരുണിന്റെ ജീവിതമാ പ്രധാനം. അത് മറക്കണ്ട. ആനന്ദേട്ടനും ഇവിടെ പലരും ഇപ്പൊ പലപ്പോഴും അത് മറന്നുപോവാൻ തോന്നുക. എന്റെ മോള് ഇപ്പൊ അവിടെ എന്നെ കാണാതെ വിഷമിക്കാവും. എങ്ങനാ എന്റെ മോളെ ഒന്ന് കാണുക? അരുണിനെ വിളിക്കാം. അഭിരാമി, എന്താ? എന്റെ ശ്രീകുട്ടി അവിടെ. വിഷമിക്കണ്ട, ഇവിടെ മോൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ മോൾ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടല്ലേ? സാരമില്ല, അമൃതേട്ടത്തി ശ്രീകുട്ടിയെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അങ്ങനെ അരുണിന് മോളുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? എല്ലാവരും സംശയിക്കില്ലേ? ശരിയാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ശ്രീകുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ മോൾ അവിടെ തന്നെ എത്തിയല്ലോ. അതാ എനിക്കിപ്പോ കുറച്ചെങ്കിലും ആശ്വാസം. അത് തന്നെ എൻ്റെ ആശ്വാസം. എൻ്റെ മോള് ഇപ്പൊ എൻ്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരച്ഛൻ്റെ വാത്സല്യം അത് കുറച്ചെങ്കിലും ഒക്കെ കിട്ടട്ടെ.
അല്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, എന്റെ മോക്ക് ആ ഭാഗ്യമുണ്ടായി. അഭി വിഷമിക്കണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ മോൾക്ക് അവളുടെ അച്ഛനുണ്ട്. അഭി, എന്താ ഒന്നും മിണ്ടാത്തെ? സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് വേദനിച്ചില്ലേ? എന്നിട്ടിപ്പോഴും അതിനൊരു മാറ്റവും ഇല്ലല്ലോ. അഭി, ഇതെല്ലാം മാറും. ഇനി എന്റെ ശ്രദ്ധ എപ്പോഴും അഭിരാമിയുടെയും മോളുടെയും കാര്യത്തിലുണ്ടാവും. പോലീസ് കേസെല്ലാം തീർന്ന് എല്ലാം നേരെയാവുന്നൊരു കാലം വരും. ഞാനല്ലേ പറയുന്നേ? എന്നാ ഞാനിപ്പോ മോളുടെ അടുത്തേക്ക് പോവാ, പിന്നെ വിളിക്കാം. ശരി. ഓക്കെ അരുൺ. ഈശ്വര, ഈ വാക്കുകൾ, ഈ സാന്ത്വനം, അത് മതി എന്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത് ശരിയാ. ഇത് നോക്കിയാലറിയാം. 10,20,000 രൂപയുടെ വ്യത്യാസമുണ്ട് അക്കൗണ്ടിൽ. സർ, ഇത് കഴിഞ്ഞ ഇയറിലെ കണക്കാ. ജാസ്മിന് കണക്കും കാര്യങ്ങളും വശമുണ്ടോന്നറിയാൻ ഞാൻ പഴയ അക്കൗണ്ട് ബുക്ക് ചെക്ക് ചെയ്യാനാ പറഞ്ഞത്. സർ, ഇത് എക്സ്പീരിയൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ച് പറയുക. സാർ മാഡം ഇത് വിശ്വസിക്കരുത്. അല്ല, ഈ കണക്കൊന്ന് ചെക്ക് ചെയ്താ മതി. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാവും. ജാസ്മിൻ, സുമലത ഇവിടുത്തെ പഴയ സ്റ്റാഫാ. ഇതേ തോമസിന് ഇതേ ഡേറ്റിൽ വീണ്ടും റെഡി ക്യാഷ് കൊടുത്തെന്ന് വീണ്ടും ഒരു കണക്കൂടി എഴുതിയിട്ടുണ്ട്. അത് സാർ ഒന്ന് നോക്ക്. ഈ തുക എവിടെ പോയതാ? സാർ, ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത്. അതെ, പക്ഷെ ഈ 10,26,000 രൂപ സുമലത എന്താ ചെയ്തത്? സത്യം പറ, ഈ തുക സുമലതയുടെ അക്കൗണ്ടിലേക്കോ അതോ മറ്റേതെങ്കിലും ബിനാമിയുടെ അക്കൗണ്ടിലേക്കാണോ പോയത്? സർ, അത് ക്ലറിക്കൽ എററാവും. ഇത്രയും രൂപ ക്ലറിക്കൽ എററോ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. കമ്പനി ലോസിൽ പോകാൻ പ്രധാന കാരണം ഇതുപോലത്തെ തിരിമറികളാണ്. ഇപ്പൊ സീറ്റിലേക്ക് വെക്കോ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യട്ടെ. ഈ തിരിമറി തെളിഞ്ഞാൽ പിന്നെ ആ സീറ്റിൽ ഉണ്ടാവില്ല, ഓർത്തോ. അച്ഛാ, സുമലത കള്ളൊന്നും ചെയ്യില്ല. എന്നോട് വലിയ സ്നേഹ. ഓ, സുമലത നിന്നെ ശരിക്കും പോയെത്തുന്നുണ്ടല്ലേ? നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവര് പോയെത്തുന്നതേ അവരുടെ കാര്യം കാണാനാ. ഇനിയെങ്കിലും നിനക്ക് ആ ബോധം ഉണ്ടാവണം. ജാസ്മിൻ എന്നാണ് പേരല്ലേ? അതെ. ഐശ്വര്യ, ഈ ജാസ്മിനെ കണ്ടുപിടിക്കും. പുതിയ സ്റ്റാഫാ, പക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടുള്ള കൂറ് കണ്ടു.
ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യം ഇങ്ങനെയുള്ള സ്റ്റാഫാണ്. മനസ്സിലായോ? ജാസ്മിന്റെ ജോലിയോടുള്ള ഡെഡിക്കേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. പച്ചക്കറി ബിസിനസ്സാ? ആ, ചെറിയൊരു പച്ചക്കറി ഷോപ്പുണ്ട്. അത് ഓക്കെ ഓക്കെ മതി. ഓക്കെ വാ മോളെ. ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് പങ്കെടുക്കുന്ന മ്യൂസിക് ഷോ ആണെന്നാ കരുതിയെ. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നേ. ഇതിപ്പം നാട്ടിൽ പച്ചക്കറി കട നടത്തുന്നവനും തട്ടുകടക്കാരനും ഒക്കെയാ മത്സരിക്കുന്നത്. എന്റെ മോള് മാനസ പ്ലേബാക്ക് സിംഗർ അനുരാധ ശ്രീറാം മാമിന്റെ പ്രിയ ശിഷ്യയാണ്. അപ്പൊ അറിയാലോ അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന്. എന്തായാലും കൾച്ചറൽസ് ആയ ചുറ്റുപാടിൽ വന്ന് പെട്ടുപോയില്ലേ അമ്മേ. ഇനി മത്സരിക്കാതെ നിവർത്തിയില്ലല്ലോ. ഞാൻ ചാനൽ ഹെഡിനെ ഒന്ന് കാണട്ടെ. ഇങ്ങനെ ലോക്കൽസിനെയൊക്കെ പാടാൻ കയറ്റിയെന്ന് വെച്ചാ എന്താ അവരുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. വാ മോളെ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതിന്റെ വാശി തീർക്കേണ്ടത് ആ ഫ്ലോറിലാ. ഈ പച്ചക്കറി കടക്കാരന്റെ ഭാര്യ ആരാണെന്ന് ഈ ശ്യാമ ഇവർക്കൊക്കെ കാട്ടിക്കൊടുക്കണം. ഓൾ ദി ബെസ്റ്റ് ശ്യാമ. താങ്ക് യു. വാവ്, അടിപൊളി. ശ്യാമ നമ്മളെ എല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഒന്നും പറയാനില്ല. ജഡ്ജസ്, ഇതൊരു കോമ്പറ്റീഷൻ ആണെന്നോ ഇതിൽ പാടി ആരെയെങ്കിലും തോൽപ്പിക്കണമെന്നോ മാർക്ക് വാങ്ങിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെന്നോ ഉള്ള അങ്ങനത്തെ ഒരു ഉദ്ദേശവും ഇല്ലാത്ത പോലെയാണ് ശ്യാമ പെർഫോം ചെയ്തത്. സത്യം പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടി. കേട്ടോണ്ടിരുന്നപ്പോ മനസ്സ് നിറഞ്ഞു. ഞാൻ ശ്യാമയ്ക്ക് 8 മാർക്ക് നൽകും. നന്ദി സർ.
ശ്യാമ ചെല്ലു ഇരുന്നോളൂ. സൂപ്പറായിരുന്നു. ആ സൂപ്പറായി. സി സിംഗർ ഓഫ് ദ ഇയറിൽ 1ാം റൗണ്ടിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ശ്യാമ. ഇതുവരെ 22 മാർക്കുമായി മാനസയായിരുന്നു സ്കോർ ചെയ്ത് നിന്നിരുന്നത്. എന്നാൽ ഇതാ ഇപ്പോ ഗംഭീര പെർഫോമൻസുമായി മാനസയും എല്ലാവരെയും കടത്തിവെട്ടിക്കൊണ്ട് സി സിംഗർ ഓഫ് ദ ഇയർ സീസൺ 1 ഏറ്റവും ഉയർന്ന സ്കോറായ 24 മാർക്ക് നേടി നമ്മുടെ ശ്യാമ സെക്കൻഡ് റൗണ്ടിലേക്ക് ഒന്നാമതായി എത്തിയിരിക്കുന്നു. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, സി സിംഗർ ഓഫ് ദ ഇയർ സെക്കൻഡ് റൗണ്ടിൽ തീ പാറുന്ന മത്സരമാകും ഇനി ഉണ്ടാവുക. പ്രധാനമായും കൊമ്പുകോർക്കുന്നത് 2 കണ്ടസ്റ്റന്റ്സ് ആയിരിക്കും. നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ മാനസയും പിന്നെ നമ്മുടെ സ്വന്തം ശ്യാമ. താങ്ക് യു എവരിവൺ. അപ്പൊ നമ്മൾ ഇനി തീ പാറുന്ന സെക്കൻഡ് റൗണ്ടിൽ കാണുന്നു. നമ്മൾ കരുതിയതുപോലെ അത്ര സിമ്പിൾ അല്ല ശ്യാമ. സൂക്ഷിക്കണം. ഇനി അവളെയാ സൂക്ഷിക്കേണ്ടത്. ഈ മേക്കാ ഷോയിൽ ഫൈനലി വിൻ ചെയ്യുന്നത് നീ ആവണം. അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോയിരിക്കും. അവള് മ്യൂസിക് ഓഡീഷന് പോവാതിരിക്കാൻ ഞാൻ വേണ്ടതൊക്കെ ചെയ്തു. ഒടുവിലെ ബൈക്ക് എടുപ്പിച്ച് അവളുടെ കൈയും കാലും വരെ റെഡിയാക്കി. എന്നിട്ടും അതൊന്നും വകവെക്കാതെ അവള് തന്നെ ജയിച്ചു. ഇനിയും ശ്യാമയെ വളരാൻ വിടരുത്. അത് എനിക്കും നിങ്ങൾക്കും ദോഷമാണ്. അവളെ എന്തു ചെയ്യാനും വസുന്ധരാമയുടെ പിന്തുണ നമുക്കുണ്ടാവും. അത് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എത്ര ആലോചിച്ചിട്ടും അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ എനിക്കൊരു ഐഡിയ ഉണ്ട്. അത് അരുന്ധതിയും വിസ്മയും വിചാരിച്ചാ വർക്കൗട്ടാവും. അതെന്തായാലും പറയൂ ചേച്ചി, ഞാനും മമ്മി അത് ചെയ്യും. അടുത്ത മ്യൂസിക് ഷോയ്ക്ക് മുൻപ് ശ്യാമയെ മാനസികമായിട്ട് പറ്റാവുന്നത്ര തളർത്തുക. അത് പക്ഷെ എങ്ങനെ? പറയാം. എനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിലും ശ്യാമയുടെ കാര്യം കേട്ടപ്പോ സന്തോഷം തോന്നുക. വസുന്ധരാമ ഉൾപ്പെടെ പലരും ശ്യാമയെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. ശ്യാമയുടെ പാട്ട് അംഗീകരിക്കാത്തവർക്ക് ഇനി എന്താ പറയാനുള്ളത്? ആ അരുന്ധതിക്കും മോൾക്കും വലിയ തിരിച്ചടിയായത്. എല്ലാം എന്റെ കണ്ണിന്റെ കടാക്ഷ ചേച്ചി. പിന്നെ എന്റെ അഖിൽ സാറിന്റെ പിന്തുണയും. അതാ എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് വിജയിക്കാനായത്. അഖിൽ സാറിനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയതാ എന്റെ ഭാഗ്യം. എന്നാലും അന്നങ്ങനെ ജയേഷായിട്ട് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അശ്വതേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ശ്രീകുട്ടിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലായിരുന്നോ? അതറിയാം ശ്യാമേ, പക്ഷേ അന്ന് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തായാലും ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ശ്രീകുട്ടി അമൃതയുടെ അടുത്ത് തന്നെ എത്തുകയും ചെയ്തു. അത് തന്നെ എനിക്കും ആകെയുള്ളൊരാശ്വാസം. പക്ഷേ ശ്യാമേ, എനിക്ക് എങ്ങനെയെങ്കിലും ശ്രീകുട്ടി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു.
എന്റെ മോളും എന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അത് ഓർക്കുമ്പോഴാ എനിക്ക് സമാധാനം കിട്ടാത്തത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അവൾ അറിയിക്കണ്ടേ? മോൾക്ക് അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടൂ. അല്ലാതെ ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ? അത് ശരിയാ ചേച്ചി. ഇനി ഞാൻ തന്നെ ഇക്കാര്യം മോളോട് പറഞ്ഞാലും ശരിയാവില്ല. അമ്മയെ നേരിട്ട് കണ്ടാലേ അവൾക്ക് ആശ്വാസമാവൂ. പക്ഷെ അതെങ്ങനെ? അരുൺ വിചാരിച്ച പോലും മോളെ ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലെത്തിക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാവരും അരുണിനെ സംശയിക്കും. അത് വല്ലാത്തൊരവസ്ഥയാ. പക്ഷെ മോളെ എത്ര നാളിങ്ങനെ വേദനിപ്പിക്കാനാവും? ഒന്ന് കാണാനാ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മോളെ ഒന്ന് അറിയിക്കണം. അത് മതി എനിക്ക്. നോക്കട്ടെ ചേച്ചി, നമുക്കതിന് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കാം. പക്ഷെ അതെങ്ങനെ ശ്യാമ? എന്തായാലും നേരായ മാർഗത്തിലൊന്നും നടക്കില്ല. നമുക്കല്ലാതെ എന്തെങ്കിലും മാർഗം നോക്കാം. അരുണേനെ വിളിച്ച് ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എന്താ എങ്ങനെയാന്നൊക്കെ ഞാൻ അശ്വതിച്ച് വിളിച്ച് പറയാം. അപ്പോ ഇന്ന് തന്നെ എനിക്ക് മോളെ കാണാൻ പറ്റുമോ? അതെ, ഞാനല്ലേ പറയുന്നേ, അത് നടക്കും. നമ്മൾ രണ്ടുപേരും കൂടി ശ്രീകുട്ടിയെ കാണും, ഉറപ്പ്. ചേച്ചി എന്നാ ഞാൻ പോയിക്കോട്ടെ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചേച്ചിയെ വിളിച്ച് അറിയിച്ചോളാം. ചേച്ചി ധൈര്യമായിരിക്കും. ശരി. എന്റെ ഈശ്വര, എന്റെ മോള് ഇന്നെങ്കിലും അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമല്ലോ. എന്റെ കുഞ്ഞിന് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം ആവുമല്ലോ. ഭഗവാനെ, അതിനൊരു വഴി ഉണ്ടാക്കി തരണേ. വേണ്ട, അതിനെ എടുക്കാനും കിടത്താനും ഒക്കെ ഇവിടെ വേറെ ആളുകളുണ്ട്. നീ ബുദ്ധിമുട്ടണമെന്നില്ല. അരുണിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഇനിയും ആദ്യേട്ടനെ സഹായിക്കാൻ അരുണിത് ആവർത്തിക്കും. അതിന് ഈ കുഞ്ഞിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇനി വൈകില്ല. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിരിക്കും. വസുന്ധരയുടെ തീരുമാനം ഇത്. അയ്യോ, എന്റെ കാല്. അയ്യോ, എന്താ പറ്റി? എന്റെ കാല്. എന്താ പറ്റി? നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടി. ഞാൻ പിടിക്കട്ടെ? എന്നെ വഴക്കുറയോ? ഇല്ല, പിടിക്ക്. അയ്യോ, എനക്ക് പറ്റുന്നില്ല. ഒന്ന് ശരിക്ക് പിടിക്കു വച്ചേ. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അയ്യോ, ഇവിടെ ആരുമില്ലേ? ഈശ്വര, ഇതെന്തൊരു ഗതികേടാ. പേടിക്കുന്ന കേട്ടോ. ഞാൻ അമൃതാന്റിക്ക് ഫോൺ ചെയ്യാം. വേഗം ചെല്ല്. എന്റെ ഫോൺ അവിടെ ഉണ്ട്. അതിൽ അവളുടെ നമ്പർ ഉണ്ട്. ചെന്ന് വിളിക്ക്. വേഗം ചെല്ല്.
വെള്ളം വേണോ? ഞാൻ എടുത്തിട്ട് വരട്ടെ. ഒന്നും വേണ്ട. അയ്യോ എന്റെ ഈശ്വര, അമ്മേ ഇവിടെയാണോ? ശ്ശോ, ഒന്ന് മിണ്ടാതിരിക്കു വച്ചേ. അമൃത ആദ്യം വരട്ടെ. അയ്യോ എന്തൊരു ഗതികേടായത്. അതെ ശ്യാമിച്ചി. ശ്യാമിച്ചി ഒന്ന് വേഗം വാ, ദേ വീണു. എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, ഒന്ന് പിടിച്ചേ വാ. അമ്മേ ശ്യാമിച്ചി ഓടി വാ. അമ്മ അമ്മ എങ്ങനെ വീണേ? പതുക്കെ പിടിക്ക, ഞാൻ പിടിക്കാം. ഞാനും പിടിച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേക്കമ്മ. അയ്യോ വേദനിക്കുന്നുണ്ടോ? സൂക്ഷിച്ചു പിടിച്ചോ. അയ്യോ പതുക്കെ. എന്റെ കാല് സൂക്ഷിച്ച അവിടെ കിടക്കാം. പതുക്കെ പതുക്കെ ഇരിക്ക. അയ്യോ ദൈവമേ എന്റെ കാല്. ശ്ശോ. ശ്യാമേ, അമ്മയോടെ? ഞങ്ങള് പുറത്തായിരുന്നു. സാരമില്ലേട്ടാ, ഭാഗ്യത്തിന് കാലിന്റെ പൊട്ടലൊന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ച്, അത് ബാൻഡേജ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും അവിടെ ഉള്ളതാ. ഒരു അത്യാവശ്യത്തിനൊന്ന് പുറത്തു പോയി, അപ്പോഴേ അമ്മയ്ക്ക് ഇങ്ങനെ ആയേ. സാരമില്ല എടുത്തി. എന്തായാലും കൃത്യസമയത്ത് ശ്യാമ ഇവിടെ എത്തിയത് ഭാഗ്യമായി. നാളെ എനിക്ക് മ്യൂസിക് ഷോയാ. നിങ്ങളെല്ലാവരെയും കാണാനും അമ്മയുടെ അച്ഛന്റെയും അനുഗ്രഹം മേടിക്കാനും വന്നതാ ഞാൻ. അതുകൊണ്ട് അമ്മയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. നമ്മുടെ ശ്രീകുട്ടി മോശമൊന്നുമല്ല. ഞാൻ ചെന്നപ്പോ വീണ് കിടക്കുന്ന അമ്മയെ വലിയ കാര്യമായിട്ട് പരിപാലിക്കായിരുന്നു ശ്രീകുട്ടി. അവള് നല്ല സ്നേഹമുള്ള കുട്ടിയാ. ഇത് ശ്യാമ ചെയ്താ തെറ്റ്, അങ്ങനെ ഞാൻ പറയൂ. അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയില്ലേ, പിന്നെന്തിനാ അമ്മയെ കാണാൻ പോയേ? അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടക്കുമല്ലേ, അപ്പോ അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം മേടിക്കണം തോന്നി. എന്തിന്? തന്നെ ഒരിക്കലും അംഗീകരിക്കാത്ത ആ അമ്മയുടെ അനുഗ്രഹം ശ്യാമയ്ക്ക് എന്തിനാ? എന്താ അതിന്റെ ആവശ്യം? അങ്ങനെ ഒരു അനുഗ്രഹം തനിക്ക് വേണ്ട. അമ്മ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും ഞാൻ ആ സന്ദർഭത്തിൽ വീട്ടിൽ ചെന്നത് നന്നായില്ലേ? അവിടെ വീണെടുക്കുന്ന അമ്മയുടെ അടുത്ത് ശ്രീകുട്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്ത് നമുക്കമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയില്ലേ? അതല്ലേ സർ വലിയ കാര്യം. നമുക്കിനി ആ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നാ പറ്റില്ല. മ്യൂസിക് ഷോയിൽ അടുത്ത റൗണ്ട് എങ്ങനെ ജയിക്കാം, അതിനു വേണ്ടുന്ന പ്രാക്ടീസിലാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കാല് നല്ല വേദന ഉണ്ടോ അമ്മേ? ആ കുറച്ചുണ്ട്. 2 ദിവസത്തേക്ക് കാല് തറയിൽ കുത്തരുതെന്നാ ഡോക്ടർ പറഞ്ഞേ. ഞാനെന്നാ കിച്ചണിലേക്ക് ചെല്ലട്ടെ അമ്മേ? ആ നീ പോയിക്കോ.
വെള്ളം എടുത്തന്നെ. അമൃതേ, അമൃതേ, വെള്ളം ഞാൻ എടുത്തു തരട്ടെ? ദാ. ഇത് കുടിക്കുമ്പോ അസുഖം പോകും കേട്ടോ. ഇനിയും കുടിക്ക്, മുഴുവനും കുടിക്ക്. കുടിച്ചോ, മുഴുവൻ വെള്ളം കുടിക്ക്, ഇല്ലെങ്കിൽ ഇക്കള് മാറത്തില്ല.